ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ന് 27/3/2026 ഞാൻ കുറച്ച് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് സാധനങ്ങൾ പിടിച്ചിട്ട് റോഡ് ഞാൻ മുറിച്ച് കിടക്കുമായിരുന്നു. സമയത്ത് ഒരു ബൈക്ക് നേരെ മെയിൻ ഹൈവേ ആണ് കേട്ടോ. ബൈക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഓടിക്കണോ അദ്ദേഹത്തിൻ്റെ വൈഫാണ് തോന്നുന്നു. വൈഫ് പിന്നെ നമുക്ക് ഒരു കുട്ടിക്ക് എത്ര വയസ്സെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒത്തിരുത്തുന്ന പ്രായമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടീനെ കൊണ്ടിട്ട് സ്പീഡിലാണ് വരണത്. അപ്പോൾ നമ്മൾ കാൽനടക്കാരനല്ലേ. അപ്പോൾ ഇത് വരണത് പെട്ടെന്ന് അങ്ങോട്ട് ഹൈവേയിൽ വണ്ടികൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ അധികം കയറിയിട്ടില്ല. ഞാൻ വെള്ളവര മുറിച്ച് കിടക്കണുള്ളൂ. അതായത് റോഡിൻ്റെ ഇപ്പുറത്തേക്ക് നന്നായി വീതിയുണ്ട്. ശരിക്കും ഓഫ് റോഡ് എന്ന് പറയാം. വണ്ടികൾ ഒരിക്കലും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പാടില്ല. സൈഡിൽ കൂടെയാണ്, അതായത് വരേണ്ട റൂട്ടെല്ലാം വന്നിട്ടുള്ളത്. കാരണം വേറൊരു വണ്ടീനെ ഇടത് സൈഡിൽ കൂടെ തന്നെ കട്ട് ചെയ്തിട്ട് കയറി വരിക. അപ്പോൾ ഒരു ബൈക്കിനാണ് കട്ട് ചെയ്ത് വരുന്നത്. 2 ബൈക്കും കൂടി ആകുമ്പോൾ സ്പീഡ് കറക്റ്റ്. അപ്പം ഞാനാണെങ്കിൽ സഞ്ചിയിൽ കുറച്ച് സാധനങ്ങളുണ്ട് നേരെ മുന്നോട്ട് കയറി. അപ്പോൾ ഇക്കാണെങ്കിൽ മുമ്പിലേക്ക് കയറിയാൽ മറ്റേ ബൈക്ക് തന്നെ തട്ടു. ഇവ ബാക്കിലേക്ക് ഇറങ്ങിയാൽ ഇവന് പിടിക്കും. ഇവ അങ്ങനെ നേരെ കട്ട് ചെയ്തിട്ട് പോകുമ്പോൾ എന്നോട് പറയാണ് ഒന്നല്ലേ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്ക്. അതുകൊണ്ട് ഇവനും എൻ്റെ പെണ്ണും കൂടിയിട്ട് ബൈക്കിന് കൊണ്ടുവരുമ്പോൾ എനിക്കത് പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ട്. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. ഞാനത് ശ്രദ്ധിച്ച കുട്ടീനെ ഇവൻ എന്തുട്ടാ കാണിക്കുന്നത് വിചാരിച്ചു. ഒരു ചെറിയ കുട്ടീനെ കൊണ്ടിട്ട് ഇതാ എന്നെ അടിച്ചോട്ടെ, ഞാൻ വീണോട്ടെ, ഞാൻ എത്ര കാലം ജീവിച്ചു, കുഴപ്പമില്ല, എനിക്ക് ചാവാണ് ചത്തോട്ടാൻ കഴിയും. പക്ഷേ ഇവൻ ഈ കൊണ്ടുപോകുമ്പോൾ ഈ പാടത്തിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ എൻ്റെ ഒരു കാര്യം നിങ്ങൾ തന്നെ പറയും. കുറേ കാണാം വഴിയിൽ എല്ലാവരും കുട്ടികളൊക്കെ കൊണ്ടുകൊണ്ട് മറ്റേ ബൈക്കാണ്, സേഫ്റ്റി ഇല്ല. ഞാനും വണ്ടി ഓടിക്കണം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യം ശ്രദ്ധിക്കും. എടുത്ത് നടത്തി കൊണ്ടുപോവുക. ഓട്ടോറിക്ഷ ഓടിക്കേണ്ടോട്ട് ഓട്ടോറിക്ഷ ഓടിക്കുക. ബൈക്കുമ്മയാണ് പോകുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പോവുക. അവ ചെയ്ത് സംതിങ് റോങ് ആണ്, വിത്തൻ റോങ്. എനിക്ക് വേണമെങ്കിൽ അവന് 10 തെറി പറയാം. ചിലപ്പോൾ അവിടെ ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ ഒരു സ്ത്രീ കൂടാണ്ട് ഒരു കുട്ടി കൂടുണ്ട്. അവൻ്റെ ഭാഗത്താണ് ആദ്യം നിയമത്തിൻ്റെ വശം വരുമ്പോൾ ഉണ്ടാവുക. പക്ഷേ ഇവിടെ കണ്ടു നിന്ന ജനങ്ങൾ പറയുക എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം ക്യാമറ എടുത്ത് നോക്കി കൂട്ടുക. അവൻ്റെ വരവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മളതുകൊണ്ട് വെറുപ്പിക്കുന്നതല്ല. അതും നമ്മുടെ ഒരു കുടുംബമാണെന്ന് കണക്ക് കൂട്ടുക. ഭൂമിയിൽ വന്നു പോയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പിൽ കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ പരമാവധി പതുക്കെ, അല്ലെങ്കിൽ തിരക്കേറിയ ജംഗ്ഷനാണെങ്കിൽ അങ്ങനത്തെ യാത്രകളൊക്കെ കുട്ടികളെ കൊണ്ടിട്ട് ഒഴിവാക്കാണ്ട് വല്ല ഓട്ടോ വിളിക്കുകയാണെങ്കിൽ ഇത്രയും പോകുള്ളൂ. ഏത് പോയി ചെറിയൊരു 2 വീലറുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കെന്ത് സംഭവിച്ചാലും നമ്മുടെ കുട്ടികളെ സേഫ്റ്റി ആക്കുക. ആ വണ്ടി എങ്ങാനും പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്നെ അടിച്ചു, എനിക്ക് ഇടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനമ്മേനെ ഞാൻ നോക്കണം, ശരിയാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് വേറെ അസുഖങ്ങളും കാര്യമില്ലാത്ത കാരണം കൊണ്ട് വരുമാനത്തിലെ കേസിന് കുഴപ്പമുണ്ടാവില്ല, എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകും. പക്ഷെ അതല്ല, നമുക്ക് വലിയ വിഷമങ്ങൾ വരാതിരിക്കട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തന്നെ ഈ വീഡിയോ 3 മിനിറ്റിന് മീതൊക്കെ കഴിഞ്ഞു. ശരി, ഞാൻ എന്തായാലും അടുത്തതിൽ കാണാം നമുക്ക് കേട്ടോ. എന്തായാലും യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു സന്തോഷപൂർവ്വം എന്നുള്ള ഒരു പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രയും ഇതുണ്ട്. എനിക്ക് ലൈക്ക് തരുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈക്കിന് വേണ്ടിയിട്ടൊന്നും ചെയ്യണമല്ല. ലൈക്കിന് വേണ്ടിയിട്ട് മറ്റേ ഫോളോ, എനിക്ക് യൂട്യൂബിൽ വരുമാനം ഇതല്ല നോക്കണത്. ഞാനൊരു ഡ്രൈവർ തന്നെയാണ്, വണ്ടി ഓടിക്കുന്ന ആളിനെ. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഡ്രൈവിംഗ് പണിയില്ലെങ്കിൽ മറ്റുള്ള പണികൾക്ക് പോകും. പെയിൻറ്റിങ് ആണെങ്കിലും എന്ത് പണിയാണെങ്കിലും അത് പറയണ വർക്കിനെ പോകും. ജോലി ചെയ്ത് ജീവിക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയണം. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. തെറ്റവിടെ കണ്ടാലും ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതിനെൻ്റെ തല പോയാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പം 4:25 മിനിറ്റ്. അപ്പോൾ എന്തായാലും ഓക്കെ, അങ്ങനെ ആവട്ടെ. അടുത്തതിൽ കാണാം.